ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഹലാസ് കിച്ചൺ. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് മയണൈസ് വെച്ചിട്ട് ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഇവിടെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ സാൻഡ്വിച്ച് ഫില്ലിങ്സിനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പീസ് കാബേജ് സ്ലൈസായി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പകുതി ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ചിക്കന് വെജിറ്റബിൾസിലേക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനിയൊരു 3 ടേബിൾ സ്പൂൺ മയണൈസ് ആണ് ചേർക്കേണ്ടത്. മയണൈസ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കൻ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാൻഡ്വിച്ചിനായി ഒരു ബ്രെഡിന്റെ മുകളിലായി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായി ഒരു ബ്രെഡ് കൂടി വെച്ചു കൊടുക്കുക. ഇതുപോലെ അടുത്ത ബ്രെഡ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് സാൻഡ്വിച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടറൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ചേർത്തെടുക്കുക. ബ്രെഡിന്റെ ഒരു ഭാഗം ടോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബട്ടർ വെച്ച് ടോസ്റ്റ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഈ സാൻഡ്വിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.